നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ ആയിരക്കണക്കിന് NHS ജീവനക്കാരുടെ പിരിച്ചുവിടലിന് തുടക്കമായി. പിരിഞ്ഞുപോകൽ ആനുകൂല്യങ്ങൾ നൽകാൻ ട്രഷറിയുടെ അനുവാദം ലഭിച്ചു. NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടലിൽ നൂറുകണക്കിന് മലയാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടും. ബ്രിട്ടനിലെ ദേശീയ ആരോഗ്യ സേവനമായ NHS 18,000 ഭരണ മാനേജറിയൽ ജോലികൾ ഒഴിവാക്കാൻ ഒരുങ്ങുന്നു. ധനമന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഈ നടപടിയിലൂടെ ഏകദേശം £1 ബില്യൺ ലാഭിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന 2 വർഷത്തിനുള്ളിൽ NHS ഇംഗ്ലണ്ടിനെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കും. ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ച് മുന്നണി ആരോഗ്യ സേവനങ്ങൾക്ക് കൂടുതൽ പണം ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ നഴ്സുമാരും ആരോഗ്യ സംഘടനകളും ഇതിനെ തെറ്റായ സാമ്പത്തിക തന്ത്രമായി വിമർശിക്കുന്നു. പരിചയസമ്പന്നരായ ജീവനക്കാരെ നഷ്ടപ്പെടുത്തുന്നത് രോഗികൾക്കുള്ള പരിചരണത്തിന്റെ നിലവാരം താഴ്ത്തുമെന്നവർ വാദിക്കുന്നു. മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ള വിദേശ ജീവനക്കാർക്ക് ഇത് ജോലി സംബന്ധമായ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ജീവനക്കാരുടെ ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പുനഃസംഘടന വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ നഴ്സുമാർ, ഡോക്ടർമാർ, ഹെൽത്ത് കെയർമാർ എന്നിങ്ങനെ ഫ്രണ്ട്ലൈൻ സ്റ്റാഫുകൾ ഇപ്പോഴത്തെ പിരിച്ചുവിടലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥ ചെലവുകൾ ലാഭിക്കുന്ന ഓരോ £1 ബില്യൺ ഉപയോഗിച്ച് 1,16,000 ഇടുപ്പ്, കാൽമുട്ട് ശസ്ത്രക്രിയകൾക്കുകൂടി ധനസഹായം നൽകാൻ പര്യാപ്തമാണെന്നും ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നു. സ്റ്റോക്ക്-ഓൺ ട്രെൻഡിൽ UK മലയാളി കുഴഞ്ഞു വീണു മരിച്ചു. സ്റ്റോക്ക്-ഓൺ ട്രെൻഡിലെ മലയാളി സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തി UK മലയാളി ജോസ് മാത്യു നിര്യാതനായി. കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ സമയത്ത് ഭാര്യ ഷീബ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. വീട്ടിൽ ഇളയ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് കുഴഞ്ഞു വീണത് കണ്ടതോടെ സമീപവാസിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മലയാളി പെൺകുട്ടിയെ വിളിക്കുകയും CPR നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് എമർജൻസി സർവീസ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേർന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സീറോ മലബാർ സ്റ്റോക്ക്-ഓൺ ട്രെൻഡ് മിഷൻ ഇടവകയിലെ ഡൊമിനിക് സാവിയോ യൂണിറ്റിന്റെ സജീവ അംഗമായിരുന്നു ജോസ് മാത്യു. 15-കാരൻ അറസ്റ്റിൽ. ടാംവർത്ത് സ്വദേശിയായ 73-കാരൻ ഡെന്നിസ് വിസ്റ്റൺ കൊല്ലപ്പെട്ട സംഭവത്തിൽ 15-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 31 രാത്രി നടന്ന ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വിസ്റ്റൺ നവംബർ 4 ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ആക്രമണക്കുറ്റത്തിന് ആദ്യം ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും കൊലപാതക കുറ്റം ചുമത്തി പ്രതിയെ പിന്നീട് വീണ്ടും അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാരെയും അന്വേഷിക്കുന്നില്ലെന്ന് പോലീസ് അറിയിച്ചു. ദൃക്സാക്ഷികൾ പോലീസുമായി ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ കെയർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തുച്ഛമായ വേതനമെന്ന് പഠനം. ഇംഗ്ലണ്ടിലെ 3 പ്രധാന മേഖലകളിൽ സ്വകാര്യ കെയർ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏകദേശം £250 മില്യൺ ലാഭം നേടിയതായി റിക്ലെയിമിംഗ് അവർ റീജിയണൽ എക്കണോമിക്സ് എന്ന സംഘടനയുടെ പഠനം വെളിപ്പെടുത്തുന്നു. നോർത്ത് ഈസ്റ്റ്, സൗത്ത് യോർക്ക്ഷയർ, വെസ്റ്റ് മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളാണ് ഈ ലാഭം നേടിയെടുത്തത്. ഈ ലാഭത്തിന്റെ 1/3 സ്വകാര്യ കമ്പനികൾക്കാണ് ലഭിച്ചത്. കമ്പനികളുടെ ഡയറക്ടർമാർക്ക് സാധാരണ തൊഴിലാളികളെ അപേക്ഷിച്ച് 60 മടങ്ങ് വരെ ശമ്പളം ലഭിക്കുമ്പോൾ ഫ്രണ്ട്ലൈൻ ജീവനക്കാർക്ക് ജീവിക്കാൻ മാത്രം അത്യാവശ്യമായ വേതനം മാത്രമാണ് ലഭിക്കുന്നത്. പൊതുധനം സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പകരം ലാഭത്തിനായി പുറത്തേക്ക് ഒഴുകുന്നുവെന്ന് സംഘടന കുറ്റപ്പെടുത്തി. സർക്കാർ ലാഭത്തിന് ഒരു പരിധി നിശ്ചയിക്കണമെന്നും കരാറുകൾ നൽകുന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കെയർ സേവനം ഒരു പൊതു ഉത്തരവാദിത്തമായിരിക്കണം, അല്ലാതെ ഒരു വാണിജ്യ വസ്തുവായി കാണരുതെന്ന് റോസി മഗ്വയർ അഭിപ്രായപ്പെട്ടു. BMAയുടെ പ്രവർത്തനങ്ങൾ NHSനെ അപകടപ്പെടുത്തുന്നതായി ആരോഗ്യ സെക്രട്ടറി. ലണ്ടനിൽ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ഡോക്ടർമാരുടെ സമരത്തിന് മുന്നോടിയായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഒരു കാർട്ടൽ പോലെ പ്രവർത്തിക്കുകയാണെന്നും അവരുടെ നടപടികൾ NHSന്റെ ഭാവിയെ അപകടപ്പെടുത്തുകയാണെന്നും ആരോഗ്യമന്ത്രി വെസ്റ്റ് റീറ്റിംഗ് കുറ്റപ്പെടുത്തി. ഡോക്ടർമാരുടെ ശമ്പള വർധനവ് സംബന്ധിച്ച ആവശ്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പരിഗണിക്കണമെന്നും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ശമ്പള വർധനവ് നേടാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്ന നികുതി നൽകി ഡോക്ടർമാരുടെ ശമ്പളം കൂട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ഡോക്ടർമാർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തുന്നതിനെ BMA എതിർക്കുന്നതായും മന്ത്രി ആരോപിച്ചു. റെസിഡന്റ് ഡോക്ടർമാരുടെ ശമ്പളം കഴിഞ്ഞ 3 വർഷത്തിനിടെ 28.9% വർദ്ധിച്ചിട്ടും 2008 മുതൽ യഥാർത്ഥ മൂല്യത്തിലുള്ള ശമ്പള നഷ്ടം നികത്താൻ ഇനിയും 26% വർധനവ് അവർ ആവശ്യപ്പെടുന്നു. ഡോക്ടർമാരുടെ ശരാശരി ശമ്പളം £88,269 ആണെന്നും താഴ്ന്ന ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരേക്കാൾ കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന മറ്റ് NHS ജീവനക്കാരുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ 5 ദിവസത്തെ സമരം രോഗികളുടെ ചികിത്സയെ സാരമായി ബാധിക്കുമെന്നും ഇത് ചിലപ്പോൾ മരണങ്ങളിലേക്ക് പോലും നയിച്ചേക്കാമെന്നും ആശങ്കയുണ്ട്. UK വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഇനി മുതൽ കൂടുതൽ പണം അക്കൗണ്ടിൽ കാണിക്കണം.
വിദേശ രാജ്യങ്ങളിൽ നിന്ന് UK-യിൽ വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഇനി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ പണം കാണിക്കേണ്ടി വരും. പുതിയ നിയമം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. ലണ്ടനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9 മാസത്തേക്ക് കുറഞ്ഞത് £1529 ലണ്ടന് പുറത്തുള്ള പ്രദേശങ്ങളിൽ പഠിക്കുന്നവർക്ക് പ്രതിമാസം £1171 അവരുടെ അക്കൗണ്ടിൽ തുടർച്ചയായ 28 ദിവസം ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് UK-യിൽ ജോലി ചെയ്യുന്നതിനുള്ള A-ലെവൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പരീക്ഷ ജനുവരി വരെ നീട്ടിവെച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുടിയേറ്റക്കാർക്ക് വിസ നിരസിക്കാനും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ഉടൻ നാടുകടത്താനും പുതിയ നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. 4 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിച്ചവർക്ക് വിസയിൽ ഇളവ് ലഭിക്കില്ല. സീസണൽ വർക്കർ വിസയിൽ 10 മാസവും 6 മാസവും വരെ ജോലി ചെയ്യാൻ സാധിക്കും. സുരക്ഷാപരമായ ആശങ്കകളുണ്ടെങ്കിൽ ഫാമിലി വിസ നിരസിക്കാനും സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങൾ 2 വർഷത്തിനുള്ളിൽ പൂർണ്ണമായി നടപ്പാക്കും. BBC ഡയറക്ടർ ജനറൽ രാജിവെച്ചതിനെ തുടർന്ന് UK-യിലെ വീടുകൾക്ക് TV ലൈസൻസ് റീഫണ്ട് ലഭിക്കും. BBC ഡയറക്ടർ ജനറൽ രാജിവെച്ചതിനെ തുടർന്ന് UK-യിലെ വീടുകൾക്ക് £174 വരെ TV ലൈസൻസ് തുക തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 3 ലക്ഷം വീടുകൾ TV ലൈസൻസ് റദ്ദാക്കി പകരം നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ സ്ട്രീമിംഗ് സേവനങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. നിലവിൽ £174.50 ലൈസൻസ് ഫീസ് 3.8% പണപ്പെരുപ്പം കണക്കിലെടുത്ത് £181 ഉയരും. ഏകദേശം £7 വർധനവാണിത്. അന്തിമ തുക ഉടൻ പ്രഖ്യാപിക്കും. പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കുന്നവർ, അന്ധർ, കെയർ ഹോം താമസക്കാർ, ഷെയർഡ് വീടുകളിൽ താമസിക്കുന്നവർ എന്നിവർക്ക് നിലവിൽ ഇളവുകൾ ലഭിക്കുന്നുണ്ട്. സാധാരണ ലൈസൻസിന് £174.50 നിലവിലെ നിരക്ക്. ഡയറക്റ്റ് ഡെബിറ്റ് വഴി പ്രതിമാസം £14.54 അടച്ചും ലൈസൻസ് നേടാം. BBC ന്യൂസ് മേധാവിയും അടുത്തിടെ രാജിവെച്ചിരുന്നു. കൊവൻട്രി ലൈവാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അഭയാർത്ഥി ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നടപടി. നോർത്താംപ്ടൺഷെയറിലും ഹെഡ്ഫോർഡ്ഷെയറിലും കൗൺസിലുകൾ നിയമ നടപടി ആരംഭിച്ചു. നോർത്താംപ്ടൺഷെയറിലെയും ഹെഡ്ഫോർഡ്ഷെയറിലെയും കൗൺസിലുകൾ അഭയാർത്ഥികൾ താമസിക്കുന്ന ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിയമ നടപടികൾ ആരംഭിച്ചു. ഹോട്ടൽ ഉടമകൾക്ക് പ്ലാനിംഗ് നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എപ്പിംഗ് കേസിൽ ഹൈക്കോടതി ഹോം ഓഫീസിനെ അനുകൂലിച്ചെങ്കിലും മറ്റ് കൗൺസിലുകൾ ഈ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10-ലധികം കൗൺസിലുകൾ ഇത്തരം നടപടികൾ പരിശോധിക്കുന്നുണ്ട്. എപ്പിംഗ് ബെൽ ഹോട്ടലിൽ 14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത ഒരു അഭയാർത്ഥി ജയിലിലായതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബ്രോക്സ്ബോൺ കൗൺസിൽ ഡെൽറ്റ മാരിയറ്റ് ഹോട്ടൽ അടയ്ക്കാൻ ശ്രമിക്കുന്നു. ഇത് സംബന്ധിച്ച് 21 ദിവസത്തിനകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് നോർത്താംപ്ടൺഷെയറിൽ നിലവിൽ 3 ഹോട്ടലുകൾ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 32,000 അഭയാർത്ഥികൾ 200ഓളം ഹോട്ടലുകളിൽ താമസിക്കുന്നു. ഇതിനായി ദിവസം £5.5 മില്യൺ ചെലവ് വരുന്നുണ്ട്. എല്ലാ അഭയാർത്ഥി ഹോട്ടലുകളും അടച്ചുപൂട്ടണമെന്ന് ഹോം ഓഫീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.